കല്ലൂർക്കാട് കോസ്മോപൊളിറ്റൻ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പി.എൻ. പണിക്കർ അനുസ്മരണവും സമ്മാന വിതരണവും നടന്നു. ലൈബ്രറി ഹാളിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ ലൈബ്രറി വൈസ് പ്രസിഡന്റ് ശ്രീ സോയി സോമൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി കെ. ജയേഷ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ശ്രീ അജയ് വേണു പെരിങ്ങാശ്ശേരി പി.എൻ. പണിക്കർ അനുസ്മരണവും ഉദ്ഘാടനവും നിർവഹിച്ചു. തുടർന്ന് കുട്ടികൾക്ക് കഥാപുസ്തക വായനയുടെ ലോകം പരിചയപ്പെടുത്തി. ഞാനൊരു കഥ വായിച്ച് കേൾപ്പിക്കാം. ആ കഥ വായിച്ച് കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴത്തേനും നിങ്ങൾ കണ്ണടച്ചിരുന്ന് കേൾക്കോ? കഥ വായിച്ച് കേൾക്കുക കേട്ടോ. ഞാൻ വായിക്കാൻ പോകുന്നത് ഒരു കഥയുടെ ചെറിയൊരു ഭാഗം. ശരി, ഒന്ന് കണ്ണടച്ച എല്ലാവരും. ആകാശത്ത് അമ്പിളി അമ്മാമന്റെ മടിയിലിരുന്ന് കളിക്കുകയായിരുന്ന കുഞ്ഞു നക്ഷത്രം കാൽ വഴുതി ഭൂമിയിലേക്ക് വീണു. ഉറങ്ങിക്കൊണ്ടിരുന്ന അമ്പിളി അമ്മാവൻ ഇതറിഞ്ഞതേയില്ല. പൂക്കൾക്കിടയിലേക്ക് വീണ കുഞ്ഞു നക്ഷത്രം പേടിച്ചു പോയി. എന്നാൽ പൂമ്പാറ്റകളും കിളികളും അവനെ തിരിച്ചറിഞ്ഞു. അവർ അവനോട് കൂട്ടുകൂടി. അവർ കൂട്ടമായി നടന്നു. കുഞ്ഞു നക്ഷത്രത്തിന് ഭൂമി ഇഷ്ടമായി. കുഞ്ഞു നക്ഷത്രം പൂക്കളെ ഒന്ന് തൊട്ടു നോക്കി. ആഹാ, എന്ത് രസം! പുഴയിൽ കണ്ണാടി നോക്കി. മിന്നാമിനുങ്ങിനോട് ആകാശത്തെ കഥകൾ പറഞ്ഞു. ഈ സമയം ഉറക്കമെഴുന്നേറ്റ അമ്പിളി അമ്മാവൻ കുഞ്ഞു നക്ഷത്രത്തെ കാണാതെ വിഷമിച്ചു. താഴെ വീടുന്നാണെന്ന് മറ്റു നക്ഷത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. അമ്പിളി അമ്മാവൻ ഭൂമിയിലേക്ക് നോക്കി കുഞ്ഞു നക്ഷത്രത്തെ വിളിച്ചു. തിരിച്ചു പോകാൻ മടിച്ചിരുന്ന നക്ഷത്ര കുഞ്ഞൻ സൂര്യകാന്തി പൂക്കൾക്കിടയിലോട് ചിരി. സൂത്രം മനസ്സിലാക്കിയ അമ്പിളി അമ്മാവൻ ഒരു സൂത്രം കാണിച്ചു. മടിയിൽ നിന്നും പഞ്ചസാരപ്പൊതി പുറത്തെടുത്തു. കൊതി കൂടിയ കുഞ്ഞു നക്ഷത്രം പതിയെ മറവിൽ നിന്നും പുറത്തേക്ക് വന്നു. അമ്പിളി അമ്മാവൻ ഭൂമിയിലേക്ക് ഒരേണി വെച്ചു. കുഞ്ഞു നക്ഷത്രം പൂക്കളോടും പൂമ്പാറ്റകളോടും ഒക്കെ യാത്ര പറഞ്ഞു അതിൽ കയറി അമ്പിളി അമ്മാവൻ യാത്ര ചെയ്യാൻ. വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു വിനേഷ് കയ്യെഴുത്തു മാസിക പ്രകാശനം നടത്തി. വായനാവാരത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ സമ്മാനാർഹരായ കുട്ടികൾക്ക് പുസ്തകങ്ങൾ സമ്മാനം നൽകി. കമ്മിറ്റി അംഗം അനു ബേബി നന്ദി പറഞ്ഞു. ലൈബ്രറിയൻ തോമസ്, കമ്മിറ്റി അംഗങ്ങളായ വിക്ടർ, മാതാപിതാക്കൾ, പൊതുജനങ്ങൾ ചടങ്ങിൽ സന്നിഹിതരായി.